ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോയുടെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. സെൽഫ് മോട്ടറിൻ്റെയാണ് കംപ്ലൈൻറ്റ്. നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് ഒന്നാമത് ഇത് ഇരിക്കുന്നത് ഒറിജിനൽ മോട്ടറല്ല, ഡ്യൂപ്ലിക്കേറ്റ് മോട്ടറാണ്. തന്നെയല്ല, നമുക്ക് അതിൻ്റെ ഈ ആർമേച്ചറൊക്കെ ഇവിടെ ശരിക്കും കത്തി പോയേക്കാണ് ഈ സൈഡൊക്കെ. അപ്പോൾ ശരിക്കും മോട്ടർ സെറ്റപ്പാടി മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഇതുണ്ടോ, നമുക്ക് ഇതുമേക്ക് സെപ്പറേറ്റ് അല്ലെങ്കിൽ ബ്രഷൊക്കെ മേടിച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കേണ്ടി വരും, വർക്കിംഗ് ആക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ അങ്ങനെ ആയാൽ പോലും ഈ ആർമേച്ചർ ഇങ്ങനെ ഉള്ളത് കൊണ്ടേ നിലവിലത് നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. 99% നമുക്കത് കംപ്ലൈൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ആ കംപ്ലൈൻറ്റായിട്ട് തീർന്നു നോക്കുള്ളൂ. ഇതല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുമേക്ക് ഒരു മോട്ടറിൻ്റെ ബ്രഷ് ഒരെണ്ണം മേടിച്ചിട്ട് ഇതുമേക്ക് വെക്കണം. കാരണം ഇത് മോട്ടർ ബ്രഷ് ഫുള്ള് തീർന്നു. മോട്ടർ ബ്രഷ് മേടിച്ച് ഇതുമേ സോൾഡർ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു അളവിലേക്ക് ആക്കി സെറ്റ് ചെയ്ത് ചെയ്യണം. ഇതിപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് അല്ലത്, കമ്പനി ഐറ്റത്തിൻ്റെ ഇതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇത് നീട്ടം കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചിലവുണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പാണെങ്കിൽ ആ പൈസ പോകും. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ പറയണതിൻ്റെ കേസ്. ഇനി അതല്ല മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് തരാം. റിപ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 400-450 രൂപ എടുത്താൽ കണ്ട് മോട്ടർ റിപ്പയർ ചെയ്ത് വരും 450 രൂപ എടുത്തൊക്കെ വരും. മോട്ടറിൻ്റെ എനിക്ക് തോന്നുന്നു 2200 രൂപ എടുത്താൽ കണ്ട് മോട്ടർ വന്നിട്ടുണ്ട് അസംബ്ലി. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടതിന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ ലൂസായിട്ടുണ്ട്. ചെയിൻ്റെ അടി പറഞ്ഞത് ചെയിൻ ലൂസായിരിക്കണമാണ്, അത് ടൈറ്റ് ചെയ്യുക. മഴ സമയത്ത് ചെയിൻ ലൂസാവും. നമ്മൾ എങ്ങനെയൊക്കെ ടൈറ്റ് ചെയ്താലും ലൂസാവും. ചെയിൻ ഇടയ്ക്ക് നമ്മൾ ഓയിൽ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക കേട്ടോ. ഓയിൽ കൊടുത്ത് ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് നിർത്തുക, അതാണ് നമുക്ക് അതുമ്പോൾ ചെയ്യാൻ പറ്റുക. ചെയിൻ ഏകദേശം ഒരു 1000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് എങ്ങനെയും ലൂസാവും. മഴയത്ത് അത് അതിക്ക് മുമ്പ് തന്നെ ആവും കേട്ടോ. വേറെ കംപ്ലൈൻ്റ് ഒന്നും തോന്നുന്നില്ല വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അതായത് എസ്റ്റിമേറ്റ് എമൗണ്ട് ഇതാണ്. മോട്ടർ റിപ്പയറിങ്ങിൻ്റെ ആയാലും മോട്ടറിനെ തിരിച്ച് എന്തെങ്കിലും എഴുതിയിടാം. അതിനകത്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ.